മറ്റൊന്ന്, ദില്ലിയിലെ സമരത്തെ പിന്തുണച്ച് കൊച്ചിയിൽ വേടൻ പങ്കെടുത്ത പരിപാടിക്കെതിരെ കേസ്. വേടന്റെ മാനേജറായ വിഘ്നേഷിനും കണ്ടാലറിയാവുന്ന 99 പേർക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസിന്റെ അനുമതിയില്ലാതെ പരിപാടി നടത്തിയെന്നാണ് കേസ്. അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ, ആ പരിപാടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമമോ മറ്റെന്തെങ്കിലും ഒരു മോശമായ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായ ആളുകൾ വരുന്നു, രാഷ്ട്രീയം പറയുന്നു, ഈ സമരത്തിന് പിന്തുണയർപ്പിക്കുന്നു, പോകുന്നു. വേടനാണെങ്കിൽ പാടുന്നു, പറയുന്നു. ഇത്തരത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചതും നടന്നതും. എന്തിനായിരുന്നു പിന്നെ ഈ കേസ്? ഇപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? റോഷ്നി, ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അതിക്രമം ഉണ്ടായതിന് പിന്നാലെ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ തെരുവുകളിലും പ്രതിഷേധം അലയടിച്ചിരുന്നു. സമാനമായ രീതിയിലാണ് കൊച്ചിയിൽ വിവിധയിടങ്ങളിൽ വിവിധ കൂട്ടായ്മകൾ പരിപാടികൾ സംഘടിപ്പിച്ചത്. അത്തരത്തിലാണ് ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് കൊച്ചിയിലെ പനമ്പള്ളി നഗറിലുള്ള സെൻട്രൽ പാർക്കിലും ഇത്തരമൊരു കൂട്ടായ്മ നടന്നത്. ഇതിൽ റാപ്പർ വേടൻ, അതോടൊപ്പം തന്നെ ഗായകനായ അലോഷി ആദം, മുൻ ഫുട്ബോൾ താരം CK വിനീത് അടക്കമുള്ളവർ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുകയും അവരുടെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ എറണാകുളം ടൗൺ സൗത്ത് പോലീസ് 100 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതായത് റാപ്പർ വേടന്റെ മാനേജറായ വിഘ്നേഷ് ജി പിള്ള, അതോടൊപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന 99 പേർക്കുമെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് പോലീസിന്റെ മുൻകൂർ അനുമതി വാങ്ങിയില്ല, പിന്നീട് പോലീസ് നോട്ടീസ് നൽകിയപ്പോൾ അത് അവഗണിച്ചു, മാത്രവുമല്ല പൊതുജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിച്ചു, അത് തടസ്സപ്പെടുത്തിയെന്നും FIR-ൽ പറയുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ നിന്നാണ് ഇത്തരമൊരു കേസ് വന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും വിചിത്രമായ കാര്യം. എന്തായാലും കൊച്ചിയിൽ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട സാംസ്കാരിക നായകന്മാരടക്കം പങ്കെടുത്ത ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്, കേസെടുത്തിരിക്കുകയാണ്. ശരി, ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടന്ന വേടന്റെയൊക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു പരിപാടി, അതിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്.